നമുക്ക് ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഗ്രീൻ പീസ് വേണം. ഗ്രീൻ പീസിന് നല്ല വേവുള്ളതുകൊണ്ട് ഞാനൊരു 2 വിസിലാക്കി വെച്ചതാട്ടോ. നല്ലപോലെ വെന്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ നമുക്ക് ഇട്ടതിന് ശേഷം ഇനി അത് ഒന്നിച്ച് വേവിക്കാം. ഇതിന് വേണ്ടത് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചതാണ്. ക്യാരറ്റും സവാളയും ഉരുളക്കിഴങ്ങും ബീൻസും കൂടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് നോക്കാം കേട്ടോ. 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, 2 കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം, 2-3 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുടി തേങ്ങ വേണേ, ഒരു മുടി നാളികേരം, ഒരു 3 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കണം. ഇവിടെ അത്ര എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് 3 പച്ചമുളക്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയാണ്. ഒരു പകുതി നാളികേരമാണ്. പകുതി നാളികേരം ഇതെല്ലാം ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഈ സ്പൈസസും കൂടി ഇട്ടിട്ട് അരയ്ക്കണം. അരച്ച നാളികേരം ആണിത്. അരമുടി നാളികേരം എടുത്തിരിക്കുന്നത്. ഞാൻ എന്താ അരച്ച് വെച്ചത് പറഞ്ഞാൽ ഇവിടെ കറണ്ട് പോയി വരെ ചെയ്യട്ടോ. അപ്പോൾ കറണ്ട് ഉള്ള സമയത്ത് ഞാൻ അരച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസും ഗ്രീൻ പീസും ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു വിസിൽ അല്ലെങ്കിൽ 2, നമ്മുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ടിരിക്കും വരണത്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വെന്ത് പോകരുത്, കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഈ ഒരു പരുവം മതി. കഷ്ണത്തിന് താഴത്തേക്ക് വെള്ളം അങ്ങനെ നിന്നാൽ മതി. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വെക്കേ. നല്ലപോലെ കഷ്ണം ഒരുപാട് വെന്ത് പോവാതെ നോക്കണേ. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്, വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇതാട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞത്. ഇതാ ഇപ്പോൾ കഷ്ണത്തിൻ്റെയും കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇത്രയും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അത്ര മതി, ഒരുപാട് തിളയ്ക്കണ്ട. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം. ഇതിൽ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ. അതിൽ വെറും വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ കളറ് വെള്ള കളറാട്ടോ ഉണ്ടാവുക ഈ കുറുമയ്ക്ക്. തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് തിളച്ച് പോകണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം കേട്ടോ. ഇന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കറി ഓഫാക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല, വെറും വെളിച്ചെണ്ണ മാത്രം കേട്ടോ ചേർക്കണത്. തിളച്ച് വന്നത് നമുക്ക് ഓഫാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ചേർക്കേ. ഞാൻ കുപ്പിയോട് കൂട്ടി തന്നെ കേട്ടോ ചേർത്തത്. ഒരു ചെറിയ സ്പൂൺ 2 സ്പൂണൊക്കെ ചേർത്താൽ നമുക്ക് മതിയാവും. നല്ല കറിയാണ്, ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.